ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും പുതിയ പ്രൊമോ എത്തിയിട്ടുണ്ട്. സീസൺ 8 എന്ന് പറയാൻ പറ്റില്ല, അഗ്നിപരീക്ഷയുടെ പ്രൊമോയാണ് എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് സീസൺ 8 മുമ്പുള്ള ഒരു പ്രീ ഷോയാണ്. ഈ ഷോയിൽ പങ്കെടുക്കുന്നത് 45 മുതൽ 50 അംഗങ്ങളുള്ള കോമണേഴ്സ് ആയിരിക്കും, അതായത് സാധാരണക്കാർ. പ്രൊമോയിൽ 3 ചെയറുകൾ കാണിക്കുന്നുണ്ട്. ആ ചെയറിൽ ഇന്നെന്നും ഔട്ട് എന്നും എഴുതിയിട്ടുണ്ട്. ഈ 3 ചെയറുകൾ 3 ജഡ്ജസിന് വേണ്ടിയിട്ടുള്ളതാണ്. അഗ്നിപരീക്ഷയുടെ ജഡ്ജസായി എത്തുന്നത് മുമ്പുള്ള മത്സരാർത്ഥികളായിരിക്കും. അത് ടോപ്പ് 5-ലുള്ളവരോ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരോ ആയിരിക്കും. ഒരു ജഡ്ജായി എത്തുന്നത് രഞ്ജിനി ഹരിദാസ് ആണെന്ന് കേൾക്കുന്നുണ്ട്. രഞ്ജിനി കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഈ അഗ്നിപരീക്ഷ അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ലാത്തത് കൊണ്ട് തന്നെയും രഞ്ജിനി ഹരിദാസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഓഗസ്റ്റ് 15-ലായിരിക്കും അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കണ്ടസ്റ്റന്റിന് 3 റെഡ് കാർഡ് കിട്ടുകയാണെങ്കിൽ സീസൺ 8 പ്രവേശിക്കാനാകാതെ അഗ്നിപരീക്ഷയിൽ നിന്ന് ഔട്ടാകുന്നതാണ്. യെല്ലോ കാർഡാണ് കിട്ടുന്നതെങ്കിൽ ആ കണ്ടസ്റ്റന്റ് ഹോൾഡിലായിരിക്കും. അതായത് സീസൺ 8 കയറാനും കയറാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഇനി മൂന്നാമതൊരു കാർഡുണ്ട്, ഗ്രീൻ കാർഡ്. ഗ്രീൻ കാർഡ് കിട്ടുകയാണെങ്കിൽ ആ കണ്ടസ്റ്റന്റ് ഡയറക്റ്റ് ആയിട്ട് സീസൺ 8 എൻ്റർ ആയിരിക്കും. 3 ജഡ്ജസിന് പുറമെ ഒരു ആങ്കർ കൂടി ഉണ്ടാകും സീസൺ 8 അഗ്നിപരീക്ഷയിൽ. എന്നാൽ ആ ആങ്കർ മോഹൻലാൽ ആയിരിക്കുകയില്ല. മോഹൻലാൽ ആങ്കർ ചെയ്യുന്നത് സീസൺ 8 ബിഗ് ബോസ് ഷോയിലായിരിക്കും. 6ാമത്തെ എപ്പിസോഡ് മുതലായിരിക്കും വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീസൺ 7 കോമണറായി മത്സരിച്ച അനീഷ് വലിയ ജനപിന്തുണ നേടുകയും വലിയ ശ്രദ്ധ നേടുകയും ചെയ്ത ഒരു മത്സരാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കോമണറായി എത്തുന്നവർക്ക് പ്രതീക്ഷകൾ ഏറെയാണ്.